അയ്യപ്പേട്ടാ, ഈ ശശി തരൂരിന്റെ കാര്യം, തരൂര് കോൺഗ്രസ് വിടുമെന്ന് പറയുമ്പോഴേക്കും ഈ പറയുന്നത് പോലെ അയ്യോ തരൂരെ പോകല്ലേ എന്ന് ഒച്ച വയ്ക്കുകയും, എന്നാൽ തരൂർ പാർട്ടിയിൽ നിൽക്കുമ്പോൾ എടുത്തിട്ട് തട്ടുകയും ചെയ്യും. എന്താണ് നിലവിലെ അവസ്ഥ? സത്യത്തിൽ ഇതിനകത്ത് നമുക്ക് പറയാനുള്ള ഒരു മെയിനായിട്ടുള്ള കാര്യം, തരൂര് എന്താണെന്ന് ഇവർക്കൊക്കെ അറിയാം. അത് സത്യമാണ്. അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡേർഡ്, ഒരു നയതന്ത്രജ്ഞൻ, അദ്ദേഹം എന്താണ്, ഇവരെ പോലെ ആരെക്കുറിച്ച് വ്യക്തിഹത്യ പറയുന്നതല്ല. ഇവരൊക്കെ എല്ലാം കഴിവുള്ളവർ തന്നെ. പക്ഷേ ഇത്രയും മെരിറ്റുള്ള ആളിനെ എന്തിന് ഇങ്ങനെ ഇട്ട് പെടാപ്പാട് പെടുത്തുന്നുവെന്ന് വി ഡി സതീശനെങ്കിലും അറ്റ്ലീസ്റ്റ് ചിന്തിക്കേണ്ടതല്ലേ എന്ന് നമുക്ക് ചോദിക്കാനുണ്ട്. കാര്യം നാം ഇപ്പോൾ ഇവിടെ പറയുമ്പോൾ നമ്മൾ പല രാഷ്ട്രീയ പാർട്ടിയിലും രാഷ്ട്രീയ കുതന്ത്രങ്ങൾ കൊണ്ടും, അതായത് നല്ല മെയ്വഴക്കം കൊണ്ടും രാഷ്ട്രീയത്തിനകത്ത് കളിക്കാൻ പറ്റുന്നവരും, എന്നാൽ ഇതൊന്നുമില്ലാതെ മാന്യമായി നിൽക്കുന്നവരുണ്ട്. എന്തുകൊണ്ട് CPM-ൽ സുരേഷ് കുറുപ്പിനെ ഇഷ്ടപ്പെടുന്നു? സുരേഷ് കുറുപ്പ് എന്ന മുൻകാല MP രാഷ്ട്രീയക്കാരനെ നാം ഇഷ്ടപ്പെടുന്നത് എന്തുകൊണ്ട്? അതേപോലെ അഡ്വക്കേറ്റ് അനിൽകുമാർ എന്ന് പറയുന്ന ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് പറയാൻ പാടില്ലാത്തത് പറയുന്ന ഒരു വിടുവായിത്തം പറയുന്ന ഒരാൾ, അയാൾ നാം വെറുക്കുന്നത് എന്തുകൊണ്ട്? വെറുക്കുന്നത് പോലെ ഇഷ്ടപ്പെടാനും കാരണങ്ങളുണ്ട്. അപ്പോൾ സുരേഷ് കുറുപ്പിനെ നമ്മൾ ഇഷ്ടപ്പെടുന്ന പോലെ ശശി തരൂർ എന്ന വ്യക്തിയെ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ലോക രാജ്യങ്ങളുണ്ട്. അദ്ദേഹത്തിന് മെറിറ്റ് ഉണ്ട് എന്ന് ഇവർക്ക് അറിയാത്തതുകൊണ്ടല്ല. ഇവിടെ ഒക്കെ തന്നെ ഇന്നലെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഒരു പ്രഗത്ഭനായ പാർലമെൻറ്റേറിയനാണ്, നിയമസഭയ്ക്കകത്ത് ഇത്രയും ഭംഗിയായിട്ട് സംസാരിക്കാൻ. തരൂരെ, നിങ്ങൾ പോകുമ്പോൾ കോൺഗ്രസ് പാർട്ടിയെ ചവിട്ടി മെതിച്ചുകൊണ്ടാണ് നിങ്ങൾ പോകുന്നത് എന്ന അർത്ഥത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നത്. അതിലൊരുപാട് അർത്ഥങ്ങളുണ്ട്. എത്തിക്സ് ഉള്ള ഒരു രാഷ്ട്രീയക്കാരൻ ഒരിക്കലും അങ്ങനെ പോകില്ല എന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറയാതെ പറയുകയാണ്. ഇവിടെ ദേശീയ നേതൃത്വം പറയട്ടെ എന്ന് വി ഡി സതീശൻ പറയുമ്പോൾ വി ഡി സതീശൻ ഒഴിഞ്ഞു മാറുകയാണ്. ഇവിടെ കൊടുക്കാവുന്ന പണി മാക്സിമം കൊടുത്തിരിക്കുന്നതിൻ്റെ കാരണക്കാർ ഇവരൊക്കെ തന്നെയായിരിക്കാം. നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ എങ്ങും തൊട്ടും തൊടാതെയും പറയേണ്ടി വരും. എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം വാങ്ങിച്ചു തരാമോ എന്ന് എനിക്ക് വേണമെങ്കിൽ ഡയറക്റ്റായിട്ട് ചോദിക്കാം. അല്ലെങ്കിൽ ഞാൻ നിങ്ങളടുത്ത് പറയും എൻ്റെ തൊണ്ട പൊട്ടണം, എനിക്ക് കുടിക്കാൻ ഒരു ഗ്ലാസ് വെള്ളം കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ പറയും. രണ്ടും രണ്ട് രീതിയാണ്. ഇവിടെ ദേശീയ നേതൃത്വം പറയട്ടെ എന്ന് വി ഡി സതീശൻ പറയുമ്പോൾ, ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? വെള്ളം വേണമെന്ന് ഡയറക്റ്റ് ഞാൻ പറയുന്നു, ഇല്ലെങ്കിൽ ഞാൻ ഇൻഡയറക്റ്റായിട്ട് പറയുന്നു എൻ്റെ തൊണ്ട പൊട്ടണേട്ടാ, ഒരു ഗ്ലാസ് വെള്ളം കിട്ടില്ല. അപ്പം നിങ്ങളെ വെള്ളം ഇരിപ്പുണ്ട്, നിങ്ങൾ എനിക്കത് തരണം, അതിനുവേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്. അതേപോലെ ഇദ്ദേഹം ഇവിടെ വേണമോ വേണ്ടയോ, സതീശൻ്റെ മനസ്സിലിരിപ്പ് അദ്ദേഹം ഇവിടെ വേണ്ടെന്നായിരിക്കും. അല്ലെങ്കിൽ ദേശീയ നേതൃത്വം പറയട്ടെ എന്ന് സതീശൻ പറയേണ്ട കാര്യം, സതീശന് അത് പറയാനുള്ള പവറുണ്ട്. ആ പവർ സതീശൻ കാണിക്കണം. അദ്ദേഹം ഇവിടുത്തെ പ്രതിപക്ഷ നേതാവാണ്, അദ്ദേഹം പറയണം. അവിടെയാണ് സതീശൻ നട്ടലുള്ള പ്രതിപക്ഷ നേതാവാകുന്നത്. അല്ലാതെ എങ്ങും തൊടാതെ അഴകുഴഞ്ച വർത്താനം പറയുന്നതിലല്ല. അവിടെയാണ് കെ സുധാകരൻ്റെ പ്രത്യേകത. കെ സുധാകരനെ KPC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് പറഞ്ഞപ്പോൾ കൂടെ നിന്ന ഒരു നേതാവാണ് തരൂര്. ഈ നിമിഷം വരെ സുധാകരൻ വല്ലതും പറഞ്ഞിട്ടുണ്ടോ? എനിക്കറിയില്ല. പറഞ്ഞതായിട്ട് ഞാനും കേട്ടില്ല. അതാണ് ഈ കോൺഗ്രസ്സുകാരുടെ വിഷയം. മുരളീധരന് ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പം മെരിറ്റ് ഉള്ളവരെ അവരുടെ മെരിറ്റ് മനസ്സിലാക്കിയിട്ട് അത് പറയുക, അവിടെ കൂടെ നിർത്തുക. ഇവിടെ നിരവധി നേതാക്കൾ, ഇവിടെ നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ച KC വേണുഗോപാലിനെ കുറിച്ച് പറഞ്ഞു. KC വേണുഗോപാൽ ഒരിക്കലും ശശി തരൂരിനെ തള്ളിയിട്ടില്ല എന്നാണ് നമ്മുടെ ചില സൗഹൃദങ്ങൾ പറയുന്നത്. ശശി തരൂരിനെ ഇപ്പോഴും പിടിച്ചു നിർത്തിയിരിക്കുന്നതിനുള്ള ഒരു ഘടകം KC വേണുഗോപാലാണെന്നും പറയുന്നുണ്ട്. അപ്പോൾ പോകാൻ ഒരുങ്ങുമ്പോൾ ഇവർ കൊടുക്കാത്ത മെരിറ്റ്, ഇതിൻ്റെ എല്ലാം മൂലകാരണം രാഹുൽ ഗാന്ധിയാണ് അല്ലേ? ചിന്തിച്ച് നോക്കിയേ. ഈ പറയുന്ന കൊഞ്ചു തുള്ളൽ, ഇവർക്ക് കൊഞ്ചു തുള്ളിയാൽ ചട്ടിയോളം എന്ന് പറയും. ഈ കാണുന്ന ഈ കൊച്ചു വാൽപ്ലക്കുകൾ തുള്ളിയാൽ ചട്ടിയോളേ തുള്ളുള്ളൂ. എന്നാൽ രാഹുൽ ഗാന്ധി പറയാത്തത്, ഡേയ് നീയൊക്കെ അവിടെ ഇടടാ, അങ്ങനെ ഒന്നും പറയണ്ട, എനിക്കറിയാം അങ്ങനെ നോക്കായി എന്നൊരു വാക്ക് അങ്ങനെ പറയാത്തത്. അവിടെയാണ് രാഹുൽ ഗാന്ധി എന്ന നേതാവിൻ്റെ വ്യക്തിത്വമില്ലായ്മ. ഒരു വ്യക്തിക്ക് വേണ്ടത് വ്യക്തിത്വമാണ്. ഇപ്പം ഞാൻ എന്താണെന്ന് നമ്മുടെ സ്വഭാവത്തിലൂടെ എൻ്റെ കൂട്ടുകാർക്കൊക്കെ അറിയാം. അവിടെ എൻ്റെ വ്യക്തിത്വമാണ് അവർക്ക് അറിയാവുന്നത്. എൻ്റെ കുറവുകൾ അറിയാം, എൻ്റെ കൂടുതൽ അറിയാം, അയ്യപ്പൻ എങ്ങനെയാണെന്നറിയാം. അപ്പം അത് രാഹുൽ ഗാന്ധിക്ക് തരൂരിനെ അറിയുന്ന പോലെ വേറെ ആർക്കും അറിയില്ല. അപ്പോൾ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിലെ കഴിവിനെ മാനിക്കാത്തത് തന്നെയാണ് ഈ പ്രശ്നങ്ങളുടെ എല്ലാം കാരണം. കാരണം അവരുടെ കിച്ചൺ ക്യാബിനറ്റിന് വേണ്ടി ഇറങ്ങിയിട്ടുള്ള മല്ലികാർജുൻ ഖാർഗെ, ഈ ഖാർഗെ പോലെയുള്ള കുറെ പിണിയാളന്മാരെയാണ് അവർക്ക് ആവശ്യം. ഗുലാം നബി ആസാദ് പോയപ്പോൾ
അദ്ദേഹം പോയതിനെക്കുറിച്ച് പറഞ്ഞു, അംബിക സോണി പോയപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞു. ഇതെല്ലാത്തിൻ്റെയും മൂല കുഴപ്പമെന്ന് ചോദിച്ചാൽ സോണിയാഗാന്ധിയും അവരുടെ മകനും. ഈ പാർട്ടി ഇനി ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് മുങ്ങുന്ന കപ്പലിൽ നിന്ന് തരൂർ പോകണോ വേണ്ടയോ, അദ്ദേഹം പറഞ്ഞ ഒറ്റ വാക്കുള്ളൂ, രാജ്യസ്നേഹമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അതിൽ ആ വ്യക്തിയായ എനിക്ക് ഇത്തരത്തിൽ പോകാമോ എന്ന് ചോദിക്കുമ്പോൾ ലിറ്റിൽ ബിറ്റ് ഓഫ് എക്സ്പീരിയൻസ്, എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ സസന്തോഷം പോകുമെന്ന് അദ്ദേഹം പറഞ്ഞു. അത് അഭിമാനമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് കൊടുക്കുന്നൊരു മെരിറ്റാണ്. ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹത്തെ പോലൊരു UN അണ്ടർ സെക്രട്ടറി ഒക്കെ ആയിരുന്ന ഒരാൾ, UN ഉണ്ടായിരുന്ന അദ്ദേഹത്തോടൊക്കെ ചോദിക്കുകയാണ്, നമ്മുടെ രാജ്യവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ളൊരു നയതന്ത്ര പ്രതിനിധി സംഘം പോകുന്നു, ഒരു സർവകക്ഷി സംഘം പോകുന്നു, അതിൽ താങ്കളും വേണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം എന്ന് നേരായ രീതിയിൽ ഒരു സർക്കാർ, ഏത് കോൺഗ്രസ് ആവട്ടെ ആരും ആവട്ടെ, ഇനിയിപ്പോ CPM ആരും ആവട്ടെ, രാജ്യം ഭരിക്കുന്ന സർക്കാർ പറയുകയാണ്. അവിടെ പാർട്ടി മാത്രം നോക്കിക്കൊണ്ടല്ല അദ്ദേഹത്തെ പോലൊരു വ്യക്തിക്ക് ഇടപെടാൻ മെറിറ്റ് ആണ് അവർ അളന്നത് അല്ലേ. അവിടെ പാർട്ടി നോക്കിക്കൊണ്ട് അദ്ദേഹം പറയുമ്പോൾ അവിടെ പിന്നോട്ട് പോകുന്നത് രാജ്യത്തോടുള്ള സ്നേഹമാണ്. തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും രാജ്യസ്നേഹവും ദേശീയതാബോധവും ഒക്കെ ഒരു അവശ്യം വേണ്ടുന്നതല്ലേ. പൂർണ്ണമായിട്ടും ഈ ഒരു അവസരത്തിൽ പോലും രാഷ്ട്രീയം കളിക്കാൻ നോക്കുന്നത് തെറ്റാണ്. അല്ല പ്രീത, ആ പറഞ്ഞ കാര്യം, അദ്ദേഹം ഒരു ബുദ്ധിശാലിയായ നല്ലൊരു നയതന്ത്രജ്ഞനായാണ് അദ്ദേഹം സമ്മതിച്ചത്. ഇവിടെ ഒരു പക്ക രാഷ്ട്രീയക്കാരനാണെങ്കിൽ ആ വന്ന അവസരം വേണ്ടെന്ന് നോക്കാം. കാരണം ഉദാഹരണം ഒരു ചെറിയ ഇതുമായിട്ട് ബന്ധമുണ്ടോ എന്ന് എനിക്ക് പറയാൻ തെറ്റാണെങ്കിൽ ശ്രമിക്കണം. അതായത് ജ്യോതിബാസു എന്നൊരു CPM മുഖ്യമന്ത്രി ബംഗാളിലുണ്ടായിരുന്നു. അത് അങ്ങനെ കഥയൊന്നും പറയണ്ട, ജ്യോതിബാസുവിനെ എല്ലാവർക്കും അറിയാം, 15 കൊല്ലം ഭരിച്ച ഒരാളാണ്. അദ്ദേഹത്തിന് പ്രധാനമന്ത്രിയാകാൻ ഒരു അവസരം കിട്ടിയിരുന്നു. അന്ന് ഈ CPM എന്ന് പറയുന്ന പാർട്ടി വേണ്ട എന്ന് പറഞ്ഞു. അതാണ് CPM ഈ ഇന്ത്യ മഹാരാജ്യത്തെ കാണിച്ച ഏറ്റവും വലിയ മണ്ടത്തരം. സോമനാഥ് ചാറ്റർജി സ്പീക്കറാക്കിയിട്ട് അവസാനം അദ്ദേഹത്തിനെ വെറുതെ എടുത്ത് വെളി കളയുന്ന രീതിയിൽ കാണിച്ചു. ഇവിടെയാണ് ശശി തരൂർ എന്ന നേതാവ് നയതന്ത്രജ്ഞനാണ്. അദ്ദേഹത്തിൻ്റെ മിടുക്ക് കണ്ടുകൊണ്ട് BJP ഇനി ഏത് ഗൂഢപദ്ധതിയിലൂടെയുള്ള അദ്ദേഹത്തെ അടുപ്പിക്കാൻ ശ്രമിക്കാനായിരുന്നാലും അദ്ദേഹത്തിന് ടീം എടുക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ആ രാഷ്ട്രീയക്കാരനെ മാറ്റി നിർത്തിക്കൊണ്ട് തൻ്റെ പേര് വെട്ടി എന്നും രാഹുൽ തന്നെ ചതിച്ചു എന്നും മനസ്സിലാക്കിയിട്ട് തരൂർ അത് മറുപടി കൊടുത്ത് അദ്ദേഹത്തിലെ ബുദ്ധിശാലിയായ നയതന്ത്രജ്ഞനാണ്. അദ്ദേഹത്തിന് ഇവരെല്ലാം പറയും രാഷ്ട്രീയം അറിയില്ലെന്ന്. അതുകൊണ്ട് രാഷ്ട്രീയം അറിയുന്നതുകൊണ്ടാണ് അദ്ദേഹത്തിനോട് കഴിഞ്ഞ ദിവസം കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ചിലപ്പോൾ ഞാനൊരു വക്താവല്ല, എൻ്റെ അടുത്ത് ചൊറിയല്ലേ, ഞാൻ വക്താവല്ല എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു. അത് അദ്ദേഹം രാഷ്ട്രീയക്കാരനായതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, അല്ല ആരെങ്കിലും പറഞ്ഞു കൊടുത്ത് പറഞ്ഞത്. അതായത് തരൂരിൻ്റെ ഒരു വിഷയം എന്ന് പറയുന്നത്, തരൂർ എപ്പോഴും നല്ലത് കണ്ടാൽ നല്ലതെന്ന് പറയും. തീർച്ചയായിട്ടും തെറ്റാണ് പറഞ്ഞതെങ്കിൽ അത് ഞാൻ തിരുത്തുന്നു എന്ന് പറയാനും അദ്ദേഹത്തിന് ആർജവമുണ്ട്. അത് രാഷ്ട്രീയക്കാരനല്ലാത്തതുകൊണ്ടാണ്. അതെ, നേരെ മറിച്ച് പക്ഷെ അദ്ദേഹം അതേസമയം രാഷ്ട്രീയക്കാരനുമാണ്. അദ്ദേഹത്തെ പോലെ ഒരു പ്രൊഫൈലിൽ ഒരു പക്ക രാഷ്ട്രീയക്കാരനല്ല, ഒരു ഹൈലി പ്രൊഫൈലിൽ ഇരുന്നിട്ടുള്ള ഒരാൾ. അത് മാത്രമല്ല, പക്ക രാഷ്ട്രീയക്കാരനല്ല എന്ന് പറയുമ്പോൾ കോൺഗ്രസ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് അന്ധമായിട്ട് ഒരു സർക്കാരിനെ എതിർക്കുക എന്നുള്ളത് മാത്രമാണ്. ഇത്രയും വർഷം ഭരിച്ചു മുടിച്ചു ഒന്നും ചെയ്തില്ല. അത് അതേ സമയത്ത് ഒരു 3 ടേം ഒരേ സർക്കാർ വന്നപ്പോൾ രാജ്യത്തിനുണ്ടായ ഒരു മാറ്റമുണ്ട്. അതിൽ കണ്ണു മഞ്ഞളിച്ചു പോയിട്ടുണ്ട് കോൺഗ്രസിന്. സത്യത്തിൽ തരൂരിനെ പോലൊരു നേതാവ് ഉണ്ടാകേണ്ടത് ഇതുപോലൊരു സർക്കാരിനല്ലേ മുതൽക്കൂട്ടാവുക. അദ്ദേഹത്തെ ഉപയോഗിക്കാൻ ഇതുപോലൊരു സർക്കാരിനല്ലേ കഴിയുക. ഇവിടെ ഇപ്പോൾ തരൂർ പോകുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ, നമ്മൾ പറഞ്ഞ പോലെ അദ്ദേഹത്തോട് അയ്യോ തരൂരെ പോകല്ലേ എന്ന് പറയും. അദ്ദേഹം പോകാതെ നിൽക്കുന്നു എന്ന് കരുതുക. അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു സ്ഥാനം കൊടുക്കും. സ്ഥാനം പോട്ടെ, അദ്ദേഹത്തോടുള്ള ഒരു അവഗണന അത് ഭീകരമായ രീതിയിലുണ്ട്. ഒരുപക്ഷെ തരൂർ പലപ്പോഴും തരൂർ ഒരു MP ആയിരിക്കെ തിരുവനന്തപുരത്ത് എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ 2 അഭിപ്രായം ഉണ്ടാകാം. പക്ഷെ അദ്ദേഹത്തെ പോലെ ഒരു നേതാവിനെ ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ കഴിയണം. ഒരു MP ആക്കി വെച്ചത് കൊണ്ട് മാത്രം, ഒരു കേരളത്തിൽ അവിടെ നിന്നുള്ള ഒരു പാർലമെന്റേറിയൻ ആക്കി വെച്ചത് കൊണ്ട് മാത്രം അദ്ദേഹത്തിന്റെ പ്രൊഫൈൽ തീരുന്നില്ല. അദ്ദേഹത്തെ എവിടെ ഉപയോഗിക്കാം, അവിടെയാണ് ഈ പറയുന്ന മോദി സർക്കാർ എന്ന് പറയുന്നത് വിജയിച്ചു നിൽക്കുന്നത്. കാരണം ഏതൊരു വ്യക്തി BJPയിലേക്ക് വന്നു എന്ന് വിചാരിക്കുന്നു, അവർക്ക് കൃത്യമായ ഒരു പൊസിഷൻ, പ്രത്യേകിച്ച് ഇത്തരത്തിൽ ഹൈലി പ്രൊഫൈൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അത് കഴിവാണ്. അത് എങ്ങനെ നമ്മുടെ നാടിന് വേണ്ടി അവരെ ഉപയോഗിക്കണം എന്നുള്ളത് അവർക്ക് കൃത്യമായിട്ട് അറിയാം.
അത് പഠിച്ചതിന് ശേഷം മാത്രമാണ് ആ തീരുമാനങ്ങൾ ഉണ്ടാകുക. അവർ ആളിനെ കൊണ്ടുവരുമ്പോൾ അദ്ദേഹത്തിനുള്ള സ്പേസ് അവർ നേരത്തെ അളന്നു വെക്കും. ഒരു ആവേശത്തിന് കയറി പറയുകയല്ല. സത്യത്തിൽ ഈ ഒരു കാര്യത്തിൽ തരൂർ അപ്പുറത്തേക്ക് പോയാലും അതിശയിക്കേണ്ട കാര്യമൊന്നുമില്ല. അല്ല, ഇപ്പൊ തിരുവഞ്ചൂരൊക്കെ ഈ പറയുന്ന രീതിയിൽ പ്രത്യയശാസ്ത്രവും അതേ പാർട്ടിയെ ചവിട്ടി വെച്ചുകൊണ്ട് പോകണമെന്ന് പറയുമ്പോൾ ബഹുമാനപ്പെട്ട തിരുവഞ്ചൂരിന് ചോദിക്കാനുള്ളത്, അദ്ദേഹത്തിന് ഈ ചവിട്ടെല്ലാം ചവിട്ടുമ്പോൾ നിങ്ങളൊക്കെ എവിടെ പോയിരുന്നു? നമ്മൾ പറയും എന്താ പറയാ, ആട്ടി ഓടിച്ചാലും ഞാൻ പാർട്ടിക്കാരനായി നിന്നു. അവിടെയല്ല, നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഒരു പാർട്ടിക്കാരനായി നിൽക്കുകയും നമ്മുടെ രാജ്യത്തിന് വേണ്ടി എന്ത് ചെയ്തു അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ള ചോദ്യം വരുമ്പോൾ ഞാൻ എൻ്റെ കീശ വീർപ്പിച്ചു, ഞാൻ മിണ്ടാതെ നിന്നു, പാർട്ടി എന്നെ ഇത്രയേറെ അടിച്ചൊതുക്കിയിട്ട് ഞാൻ മിണ്ടാതെ നിന്നു, അത് എൻ്റെ മരണസമയത്ത് ഈ പതാക എൻ്റെ മേലിലൊന്ന് പുതപ്പിക്കാനാണ് എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. തീർച്ചയായിട്ടും.